ഒരു നിമിഷം കണ്ണടച്ച് സങ്കല്പിക്കൂ. ഒരു നാട്, അവിടെ ഓരോ ദിവസവും വെടിയൊച്ചകളിൽ, മിസൈലുകൾ ചീറിപ്പായുന്ന ശബ്ദങ്ങളിൽ തുടങ്ങുന്നു. ബോംബുകളുടെ മുഴക്കം, കുട്ടികളുടെ കരച്ചിൽ, തകർന്ന വീടുകളുടെ നിശബ്ദത. ഇതാണ് ഗാസയിലെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം ഗാസയെ പിടിച്ചുലച്ചു. US റിപ്പോർട്ടുകൾ പ്രകാരം 62,000-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഗാസ സിറ്റിയിൽ ഈ സമയത്ത് പോലും ഒരു പുതിയ സൈനിക ആക്രമണത്തിൻ്റെ ഭീഷണി നേരിടുകയാണ്. ആശുപത്രികൾ തകർക്കുന്നു, മരുന്നുകൾ വളരെ കുറവാണ്, ഭക്ഷണവും വെള്ളവും ദുഷ്പ്രാപ്യമാണ്. ഗാസയിൽ ക്ഷാമം ഒരു യാഥാർത്ഥ്യമാണെന്ന് UN പോലും പ്രഖ്യാപിച്ചു. ഒരു അമ്മയെ ഓർത്തു നോക്കൂ. അവൾ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് യുദ്ധത്തിൻ്റെ ശബ്ദങ്ങൾക്കിടയിൽ ഒരു താരാട്ട് പാടുന്നു. അവൾക്ക് തൻ്റെ കുട്ടിക്ക് ഒരു കഷ്ണം റൊട്ടി പോലും കൊടുക്കാൻ വഴിയില്ല. ഗാസയിലെ കുട്ടികൾ തകർന്ന സ്കൂളുകൾക്കിടയിൽ പുസ്തകങ്ങളുമായി, സ്വപ്നങ്ങളുമായി ജീവിക്കാൻ ശ്രമിക്കുന്നു. ഒരു കുട്ടി തൻ്റെ തകർന്ന വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു പേപ്പറിൽ ഒരു വീട് വരച്ച് പറയുന്നു, ഒരു ദിവസം ഞാൻ ഇതുപോലെ ഒരു വീടുണ്ടാക്കും. കഴിഞ്ഞ ആഴ്ച നാസർ ആശുപത്രിയിൽ ഒരു ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. അതിൽ 5 പേർ പത്രപ്രവർത്തകരാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നവർ പോലും സുരക്ഷിതരല്ല. പക്ഷേ ഗസയിലെ ജനങ്ങൾ ഒരു സന്ദേശം നമുക്ക് നൽകുന്നു. ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷകൾ അർപ്പിക്കുന്നു. ഈ സമയത്ത് ഗസയിലെ ഒരു യുവാവിൻ്റെ കഥ ഓർത്തു പോവുകയാണ്. അവൻ്റെ പേര് അഹമ്മദ്. അവൻ്റെ വീട് തകർന്നു. പക്ഷേ അവൻ തൻ്റെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു തുണ്ട് ടെൻറ്റിനടിയിൽ ഒരു ചെറിയ സ്കൂൾ തുടങ്ങി. അവൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്വപ്നങ്ങൾ ബോംബുകൾക്ക് തകർക്കാൻ കഴിയില്ല. ഈ പ്രതീക്ഷ, ഈ ധൈര്യം, ഇതാണ് ഗാസയുടെ യഥാർത്ഥ മുഖം. ലോകമേ, ഗാസയെ കേൾക്കൂ. ഓരോ കുട്ടിയും, ഓരോ കുടുംബവും, ഓരോ മനുഷ്യനും സമാധാനം അർഹിക്കുന്നവരാണ്. ഗാസയിലെ ജനങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ ശബ്ദം, നമ്മുടെ പിന്തുണ അവർക്ക് ഒരു വെളിച്ചമാകാം. ഗാസയുടെ ജനങ്ങൾക്ക് വേണ്ടി നമുക്കൊരുമിച്ച് നിൽക്കാം. എല്ലാത്തിനും കാലം പകരം ചോദിക്കുന്ന ഒരു ദിവസം തീരെ അകലെയല്ല. ഒരു നല്ല നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. Waytonikah.com, the exclusive Muslim matrimonial site.